തലസ്ഥാനം മുതൽ അങ്ങ് കണ്ണൂർ വരെയും സർക്കാർ ഡോക്ടർമാരെല്ലാം ഒരേപോലെയാണ് എന്ന് തന്നെയാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നും വന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ചികിത്സാ പിഴവിനെ തുടർന്ന് കൃഷ്ണമണികൾ നീക്കേണ്ടി വന്നു എന്ന പരാതിയുമായി ഒരു യുവാവും കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് തൃക്കൂർ സ്വദേശി സനൂപും മാതാവ് വത്സലയും രംഗത്തെത്തിയിരിക്കുന്നത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ പ്രവീണിനെതിരെയും കുടുംബം കൈക്കൂലി ആരോപണം നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. തുടർ ചികിത്സയ്ക്കാണ് സനൂപ് ഇവിടെ എത്തുന്നത്. സൗജന്യമായി മരുന്ന് ലഭിക്കുന്നതിനായി ഡോക്ടറുടെ ഒരു സൈൻ വേണമായിരുന്നു. ആ സൈൻ ഇടേണ്ട ഫയലുകളുമായി ഡോക്ടർ പ്രവീണിന്റെ മുറിയിലേക്ക് പറയാതെ കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീ 200 രൂപ ഡോക്ടർക്ക് കൊടുക്കുന്നതാണ് അത്രേ കണ്ടത്. ഇത് കണ്ടു എന്ന് ഡോക്ടർ മനസ്സിലാക്കിയതോടെ തന്റെ കയ്യിലിരുന്ന ഫയലുകൾ വാങ്ങി ഡോക്ടർ വലിച്ചെറിഞ്ഞു എന്ന് യുവാവ് പറയുന്നു. തന്നെയുമല്ല, അനുവാദമില്ലാതെ മുറിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് നഴ്സുമാരും ഡോക്ടർമാരും ചേർന്ന് ശാസിച്ചു എന്നാണ് പറയുന്നത്. 10 മണിക്കുള്ളിൽ ഫയലിൽ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞപ്പോൾ നഴ്സ് ഡോക്ടറുടെ ഒപ്പ് വാങ്ങി തരികയായിരുന്നു. എന്നാൽ പണം നൽകാതെ ഡോക്ടർ ചികിത്സിക്കാൻ വരില്ല എന്ന് സമീപത്തുള്ള മറ്റു രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ടും മകനെ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ തൃശൂർ ടൗണിലുള്ള ഡോക്ടറുടെ ക്ലിനിക്കിലെത്തി 1500 രൂപ നൽകി. നാട്ടുകാർ മകനെ കാണാൻ വരുമ്പോൾ ചായക്കായി ഞങ്ങൾക്ക് നൽകിയ 10-50 നുള്ളിപ്പെറുക്കിയാണ് ഡോക്ടർക്ക് കൊടുത്തത്. പണം കൊടുത്ത് പിറ്റേ ദിവസമാണ് ഡോക്ടർ മകനെ നോക്കാൻ വന്നത് എന്ന് അമ്മ വത്സല പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി സനൂപും കുടുംബവും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. 2023 കാൽമുട്ടുവേദനയെ തുടർന്ന് അതിനുള്ള ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ വന്നതാണ് സനൂപ്. പക്ഷേ സനൂപിന്റെ 2 കണ്ണുകളും നഷ്ടമായി എന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലി എടുക്കുന്നതിന് ഒരു തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടുപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞു എങ്കിലും ആരും ഗൗനിച്ചില്ല. തുടർന്ന് സനൂപിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് യുവാവിനെ ICUവിലേക്ക് മാറ്റിയത്. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോട് ഒന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണം എന്നറിയിച്ചു. കൃഷ്ണമണികൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ആണ് എന്ന് കുടുംബം അറിഞ്ഞതേയിരുന്നില്ല. ചികിത്സാ പിഴവ് മൂലം തൃക്കൂർ സ്വദേശി സനൂപിന്റെ കൃഷ്ണമണികൾ നീക്കം ചെയ്തു എന്ന പരാതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം സനൂപിന് മാക്സിമം സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചികിത്സയ്ക്ക് വേണ്ടിയും നിയമപരമായും എന്തൊക്കെ സഹായം ആവശ്യമുണ്ടോ അതെല്ലാം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇരുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയായിരുന്ന തന്റെ ഉത്തരവാദിത്തമാണത് എന്നും അനിൽ അക്കര പറയുന്നു. സനൂപിന്റെ ഈ വാർത്ത കേട്ട് ഒരു പൊതുപ്രവർത്തകനും വീട്ടിലിരിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനത്തിന് MLA ആയിരുന്ന കാലത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. MLA-മാരുടെ വികസന ഫണ്ട് ഞാൻ MLA ആയിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത്. അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു അവസ്ഥ വന്നാൽ തനിക്ക് നോക്കിയിരിക്കാൻ സാധിക്കുകയില്ല. ആ കുടുംബം തയ്യാറാണെങ്കിൽ ആ ചെറുപ്പക്കാരന് പരമാവധി സഹായം ഉറപ്പാക്കും. ചികിത്സയാണെങ്കിൽ അങ്ങനെ, നിയമപരമായ സഹായമാണെങ്കിൽ അങ്ങനെ, കഴിയാവുന്നത് എന്തും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇരിക്കുന്ന സ്ഥലത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്ന എന്റെ ഉത്തരവാദിത്തമാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊന്നും ഇലക്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നതല്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ജനങ്ങൾക്കൊപ്പം ഞങ്ങൾക്കും ഇഷ്ടം. എന്തായാലും ഇതുപോലുള്ള ജനപ്രതിനിധികൾ നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി ഇത്തരം ആശുപത്രികളിലും ഇത്തരം ഡോക്ടർമാർക്കും ഇടയിലുള്ള ഈ ഡോക്ടർമാർക്കും എന്ന് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ നഴ്സുമാർക്കും ഒക്കെ ഇടയിലുള്ള ഇത്തരം നീച പ്രവർത്തികൾ ഇല്ലാതാക്കുക തന്നെ വേണം. അതിന് ജനപ്രതിനിധികൾ ഒരു 10 പേർ മുന്നിട്ടിറങ്ങിയാൽ മതി. അവരുടെ ഒപ്പം ചങ്കും പറിച്ചു നിൽക്കുന്ന ജനക്കൂട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഒരു മാറ്റമാണ് നമുക്ക് കേരളത്തിൽ വരേണ്ടത്. ഒരിക്കലും എന്തിനും ഏതിനും ആരോഗ്യമന്ത്രിയെ പഠിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം മാറണം. എല്ലാവരും ഒപ്പം നിന്ന്, ആരോഗ്യമന്ത്രിക്കൊപ്പം നിന്ന്, ആരോഗ്യ വകുപ്പിനൊപ്പം നിന്ന് ഇതിനെല്ലാം ഒരു മാറ്റം വരുത്താൻ ജനങ്ങളും തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങും ഇങ്ങും ഇരുന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിമർശിക്കുകയും മാത്രമല്ല വേണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഓരോ ജനപ്രതിനിധിക്കൊപ്പം ഓരോ ജനവും ചിന്തിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.